വളക്കായി സ്കൂൾ ബസ് അപകടത്തിൽ MVD ഉദ്യോഗസ്ഥരുടെ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. എൻഫോഴ്സ്മെന്റ് RTO ഉൾപ്പെടെയുള്ളവരാണ് വാഹനം പരിശോധിക്കുക. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ബസ്സിന് യന്ത്ര തകരാറില്ലെന്നും ബ്രേക്കിന് പ്രശ്നമില്ലെന്നും MVDയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥി നേദ്യ S. രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. രോഹിണി, വളക്കൈ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ ഭാഗത്തു തന്നെയാണ് തെറ്റെന്നൊരു പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്കായി MVD ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഈ വാഹനം ഇട്ടിരിക്കുന്ന ശ്രീകണ്ഠാപുരം സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാഹനത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇവിടെ എത്തുക. അതേസമയം ഈ MVDയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഈ വാഹനത്തിന് ബ്രേക്കുമായി സംബന്ധിച്ചോ അല്ലെങ്കിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടോ മറ്റ് തകരാറുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും പറയുന്നത്. അതിൽ എടുത്തു പറയുന്നത്, ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു അശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ശ്രദ്ധ മാറുന്ന തരത്തിലുള്ള എന്തോ ഒരു പ്രവൃത്തി അയാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വാഹനം നിയന്ത്രണം വിടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് അയാൾക്കെതിരെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. അതേസമയം 11:30 വാഹനാപകടത്തിൽ മരണപ്പെട്ട നേദ്യ S. രാജേഷ് എന്ന 11-കാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് 11 മണിയോടുകൂടി പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തുടർന്ന് നേദ്യ പഠിക്കുന്ന ചിന്മയ വിദ്യാലയത്തിൽ ഏതാണ്ട് അരമണിക്കൂറോളം പൊതുദർശനത്തിൽ വയ്ക്കുമെന്നും പറയുന്നു. തുടർന്ന് വീട്ടുകാർക്ക് മൃതദേഹം കൈമാറുകയായിരിക്കും ചെയ്യുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ MVD ഉദ്യോഗസ്ഥർ ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള പരിശോധനയ്ക്കായി ഇവിടെ എത്തും. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.